പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത്. കീം പരീക്ഷാഫലം അട്ടിമറിച്ച കുട്ടികളുടെ ഭാവി ആശങ്കയിലാക്കിയത് ആർക്കു വേണ്ടിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. സർക്കാർ അവിവേകത്തിന് വിദ്യാർത്ഥികൾ ബലിയാടായെന്ന് സുപ്രഭാതം മുഖപ്രസംഗം എഴുതി. കീമിൽ പിഴച്ചെന്ന് എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കിയപ്പോൾ മന്ത്രി ഇന്നും ന്യായീകരിച്ചു. പ്രതിസന്ധിക്കിടെ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ഓപ്ഷൻ നൽകാം. കീം പരീക്ഷാഫലം റദ്ദാക്കിയ കോടതി നടപടിക്ക് പിന്നാലെ കടുത്ത വിമർശനമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേരിടുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലാക്കിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചൊഴിയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അവസാന നിമിഷത്തെ പുതിയ ഫോർമുല മാറ്റം അട്ടിമറിയാണെന്നും അത് ആർക്കുവേണ്ടിയാണ് ചെയ്തതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഒരു റിപ്പോർട്ടും ഇല്ല. ഇങ്ങനെ ഈ പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തരുത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നത്. എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത്? ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവർ കൊളമാക്കി മാറ്റി. എന്നാൽ സർക്കാർ സദുദ്ദേശപരമായാണ് എല്ലാം ചെയ്തതെന്നും കീമിൽ തുല്യത ഉറപ്പാക്കാനാണ് ശ്രമിച്ചതെന്നും മന്ത്രി ആർ ബിന്ദു ന്യായീകരിച്ചു. എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് ഇങ്ങനെ തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് സിലബസിലുള്ള, അതായത് കേരള ബോർഡിലുള്ള കുട്ടികൾക്ക് 35 മാർക്കിൻ്റെ കുറവ് ഉണ്ടായി. അത് യഥാർത്ഥത്തിൽ ഒരു അനീതി തന്നെയാണ്. പ്രോസ്പെക്ട്സ് മുൻപേ മാറ്റാമായിരുന്നില്ലേ എന്ന കോടതിയുടെ ചോദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മാധ്യമങ്ങൾ വലിയ കോടതിയാകേണ്ടെന്ന് മന്ത്രി. കോടതി അതൊന്നും ചോദിച്ചിട്ടില്ല. കീം അട്ടിമറിയിൽ പ്രതിഷേധിച്ച് KSU എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ പുലർത്തുന്ന ഉദാസീനതയ്ക്കും അലംഭാവത്തിനുമേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് സുപ്രഭാതം മുഖപ്രസംഗത്തിൽ വിമർശിച്ചു. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനുള്ള പുതിയ മാർക്ക് ഏകീകരണ രീതി കാര്യക്ഷമമായി നടപ്പാക്കുന്നതിൽ സർക്കാർ ഗുരുതര അനാസ്ഥ കാണിച്ചുവെന്ന് ലേഖനം കുറ്റപ്പെടുത്തുന്നു. ഫെബ്രുവരി 19-നാണ് പ്രോസ്പെക്ട്സ് പ്രസിദ്ധീകരിച്ചത്. AICTE സമയക്രമമനുസരിച്ച് എഞ്ചിനീയറിംഗ് പ്രവേശനം പൂർത്തിയാക്കേണ്ടത് ഓഗസ്റ്റ് 14-നകമാണ്. ഇക്കൊല്ലം പുതിയ ഫോർമുല നടപ്പാക്കുന്നത് അപ്രായോഗികമാണെന്ന് മാർക്ക് ഏകീകരണ പുനഃപരിശോധനാ സമിതി വിലയിരുത്തിയിരുന്നു. നിലവിലുള്ളതിനേക്കാൾ മികച്ചതാണോ പുതിയ ഫോർമുല എന്ന് വിശദമായി പരിശോധിച്ചുറപ്പാക്കേണ്ടതുണ്ടെന്നും എൻട്രൻസ് സ്കോറും +2 മാർക്കും കൂട്ടുന്നതിന് നിലവിലുള്ള 50-50 അനുപാതം 60-40 എന്ന് പരിഷ്കരിക്കാമെന്നും സമിതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ പുനർപരിശോധനാ സമിതിയുടെ അഭിപ്രായവും എൻട്രൻസ് കമ്മീഷണറുടെ ശുപാർശയും ഉൾപ്പെടെ കണക്കിലെടുത്താണ് പ്രോസ്പെക്ട്സ് ഭേദഗതി ചെയ്തതെന്നായിരുന്നു സർക്കാർ കോടതിയിൽ വാദിച്ചത്. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ഓപ്ഷൻ നൽകാം. എഞ്ചിനീയറിംഗ്, ഫാർമസി കോളേജുകളിലേക്കുള്ള അപേക്ഷകളാണ് നൽകാനാകുക. അതേസമയം കീം പരീക്ഷാഫലത്തിൽ സർക്കാരിനെതിരെ സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.